ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചന്ദ്രമതി രാത്രി വിശപ്പ് സഹിക്കാനാവാതെ അടുക്കളയിലേക്ക് വരുവാണ് കേട്ടോ. അതേസമയം നൈറ്റിയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ട് ആകെ പേടിച്ച് വരച്ച് കള്ളനാണെന്നുള്ള കാര്യം വിചാരിക്കുന്നുണ്ട്. അത് നമ്മുടെ വർഷയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റി ഇട്ടിട്ട് പോയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ശ്രീകാന്തെ. ആ കാര്യം അവിടെയുള്ള എല്ലാവരും അറിയാണ്. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ആ രാത്രി കഴിയാണ്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. പിറ്റേ ദിവസം രാവിലെ തന്നെ പതിവ് പോലെ നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ നീ തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കാം. ഒന്നുമില്ല, പതിവായിട്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. രാവിലെ എണീറ്റിട്ട് നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നീയല്ലേ പറഞ്ഞത് മാർക്കറ്റിൽ പോയിട്ട് പൂ മേടിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അതൊക്കെ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് പോയിട്ട് മേടിച്ചിട്ട് വന്നു. പൂവെല്ലാം പുറത്തുണ്ട്. ഇനി പൂവൊക്കെ കെട്ടണം എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോ എങ്ങനെ രേവതി നീ ഇത്രയും ജോലിയൊക്കെ ഒരുമിച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ. ഇതൊക്കെ ഒരു ജോലിയാണോ? ഞാൻ വീട്ടിലുള്ളപ്പോ എന്ന് പറഞ്ഞിങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കോ അയ്യോ മതി, ദയവ് ചെയ്തിട്ട് 4 മണിക്ക് എണീറ്റിട്ട് 400 ജോലി ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയെങ്കിലും പറയല്ലേ. നിനക്കിതെല്ലാം സാധാരണയായിട്ടുള്ള കാര്യം. അതൊക്കെ എനിക്കും മനസ്സിലായി. പക്ഷെ നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് പൂ വ്യാപാരമാണ്. അതുകൊണ്ട് അത് വിട്ടിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? സച്ചേട്ടാ വീട്ടിലും ജോലിയില്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ മറ്റു 2 മരുമക്കളെടുത്തും ചെയ്യാൻ വേണ്ടി പറയാം. എല്ലാം നീ എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇരുമുടി കെട്ടുന്നത് പോലെ എല്ലാ ജോലിയും നിന്റെ തലയിൽ വന്ന് നിൽക്കുന്നത്. രേവതി ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹാളിൽ വന്ന് ടേബിൾ മേൽ നോക്കുന്ന സമയത്ത് പൂ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രേവതി. അത് കണ്ടിട്ട് ചേന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അടുക്കളയിൽ രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോ വ്യാപാരം ആരംഭിച്ചാലല്ലേ ബിസിനസ് ഡെവലപ്പ് ആവുള്ളൂ. അതൊക്കെ പിന്നെ ആദ്യം വീടാണ് പ്രധാനം എന്നുള്ള കാര്യം ചന്ദ്രമതി ഇത് കേൾക്കുമ്പോൾ മറുപടിയായിട്ട് അവിടുന്ന് പറയുന്നുണ്ട്. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വന്തം ജോലി നോക്കാം. രേവതി പോയി ചായ എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും സച്ചി ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ പുതിയ റൂളാണോ എന്നുള്ള കാര്യം. ഇത് സാധാരണയായിട്ട് എന്നും വീട്ടിൽ പറയുന്ന കാര്യം തന്നെയാണ്. വീട്ടിലെ കാര്യം ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ വല്ല ചട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പൊതുവായിട്ടായിരിക്കണം. മറ്റ് 2 മരുമക്കളെ എണീപ്പിച്ചിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി പറയണ്ടേ? അവരെന്താ രാവിലെ എണീറ്റിട്ട് വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിട്ടാണോ ജോലിക്ക് പോകുന്നത്? ഒന്ന് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടും ഒന്ന് ശബ്ദം കൊടുക്കാൻ വേണ്ടിയിട്ടും ഓടിപ്പോകും. അവരാരും ഒന്നും ചെയ്യില്ല, എല്ലാം രേവതി തന്നെ ചെയ്യണോ? അപ്പോഴേക്കും ചായയായിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചേട്ട അത് വിട്ടേക്ക്, ഇതൊന്നും എനിക്ക് അത്ര വലിയ ജോലിയല്ല എന്ന് പറഞ്ഞിട്ട് ചായ ചന്ദ്രമതിക്ക് കൊടുത്തിട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അടുക്കളയിലേക്ക് നമ്മുടെ രേവതി പിടിച്ചു നിർത്താൻ കേട്ടോ. സച്ചി നീ ഇങ്ങനെ 18s പടത്തിലൊക്കെ വരുന്ന ഹീറോയിൻസിനെ പോലെ സംസാരിച്ചുകൊണ്ടാണ് നിന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പിന്നെ അവള് വലിയ ഭാരമുള്ള ജോലിയല്ലേ ചെയ്യുന്നത്? അത്ര ഭാരമില്ലാത്ത പണിയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറ രേവതി. എന്താടി നിന്നെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നു എന്നുള്ള കാര്യം നീ അവന്റെ അടുത്ത് പോയി കുറ്റം പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ഇത് കേൾക്കുമ്പോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. സച്ചേട്ടാ ആദ്യം നിങ്ങൾ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നോക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം പറയൂ, അത് ഞാൻ ചെയ്തു വെക്കാം. ഇവിടെയുള്ള ഓരോരുത്തർ പറയുന്നത് ജോലി പോരാഞ്ഞിട്ടാണോ ഇനിയിപ്പോ ഞാൻ നിന്റെ അടുത്ത് വേറെ ജോലി പറയുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്ന സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ജോലി എപ്പോൾ തീരാനാ? ശ്രുതിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും പോയ സച്ചി തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് ചോദിച്ച് നിങ്ങൾക്ക് ചെയ്തൂടെ? അപ്പോ പൗഡർ ഇടത്തേക്ക് ഇഷ്ടപ്പെട്ടത് വേണോ വീട്ടിലുള്ള എല്ലാവരും കഴിക്കാനെന്ന് സച്ചി ചോദിക്കുമ്പോ ഇത് നോക്ക് രേവതി, ശ്രുതിയും കൂടി ചേർന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് 3-4 ഇടത്തൊക്കെ അവർക്ക് പോകേണ്ടി വരും. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റിയെന്നൊന്നും വരില്ല. വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ കഴിക്കട്ടെ, അവരുടെ ശരീരത്തിന് ആരോഗ്യം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കസേരയിൽ ഇരിക്കാനോട്ടോ ചന്ദ്രമതി. അത് ശരി തന്നെയാണ്. അവൻ എപ്പോഴാണ് ഏത് അമ്പലത്തിന് പഠിക്ക് പോയിട്ടാണ് പിച്ച എടുക്കുന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഇത് കേട്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്താടാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ സത്യമല്ലേടാ പറഞ്ഞത്? നീ പിച്ച എടുത്തിട്ടല്ലേടാ വലിയ ബിസിനസ്മാൻ ആകാൻ വേണ്ടി പോകുന്നത്? കാശ് കിട്ടാൻ വേണ്ടിയിട്ട് നീ പിച്ച എടുത്തു, ഇപ്പൊ കാശ് നിനക്ക് കിട്ടി. എന്തായാലും ഒരു കാര്യം ഉണ്ടടാ, ഈ കാര്യത്തെ കുറിച്ച് ആരെങ്കിലും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരും പോയിട്ട് അമ്പലത്തിൽ പിച്ച എടുക്കാൻ വേണ്ടി നിൽക്കും. പിന്നെ അമ്പലത്തടയിൽ കയറാൻ വേണ്ടി സ്ഥലം ഉണ്ടാവില്ല പിച്ചക്കാരെ കൊണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് രവി വാക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ. എന്താടാ നീ രാവിലെ അമ്പലത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് രവി കയറി വരുന്നത്. അതൊന്നുമില്ല അച്ഛാ, ഇവൻ എങ്ങനെയാണ് ബിസിനസ്മാൻ ആകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്കിൾ സച്ചി ഒരാവശ്യമില്ലാതെ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് രാവിലെ തന്നെ തുടങ്ങുന്നത്? അപ്പോഴേക്കും ചന്ദ്രയും പറയാണ് കേട്ടോ, അയ്യോ ഇവൻ എങ്ങനെയാ സംസാരിച്ചതെന്നുള്ള കാര്യം കേട്ടോ നിങ്ങള്? ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് പണം അയച്ചു കൊടുത്തു, അതിലാണ് അവൻ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാ ഇവന് നോക്ക്, ഇവൻ എന്തൊക്കെയാണ് ശ്രുതിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോ? ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി ആന്റി അത് വിട്ടേക്ക്, നമ്മൾ നന്നാവുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇതിനെക്കുറിച്ച് പറയാം, അല്ലാതെ അസൂയപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടോടെ തന്നെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇവിടെ ആരെയും കണ്ടിട്ട് അസൂയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് കട ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ സച്ചിയുടെ മുൻകൈ എടുത്തിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ വന്ന് പറഞ്ഞത്?
ഇത് കേട്ട ഉടൻ തന്നെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ വായ അടപ്പിക്കാൻ വേണ്ടി നിന്റെ അടുത്ത് ഈ കാര്യം ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുകയാണ്. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടത് പോയിട്ട് ഉണ്ടാക്കി കൊടുക്ക്. അപ്പോഴേക്കും അങ്ങ് ഒലിപ്പിച്ച് ചോദിക്കുന്ന രീതിയിൽ ചന്ദ്രമതി ശ്രുതിമോളെ നിനക്ക് ഇന്നെന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടത്? കുറച്ചു നേരം ആലോചിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇന്നെനിക്ക് ആന്റി വെജ് ബിരിയാണി മതി. കേട്ടില്ലേ, അത് ചെയ്യേ. അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറി ഒന്നും വീട്ടിലില്ല, അത് പോയിട്ട് മേടിച്ചു വരണം എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അത് വാങ്ങാൻ പോലും നിനക്ക് അറിയില്ലെന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അതും രേവതി തന്നെ ചെയ്യണമെന്ന് ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുകയാണ്. അച്ഛാ ഇത് തന്നെയാണ് ഞാനും ചോദിച്ചുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ എനിക്ക് അസൂയ എന്നുള്ള കാര്യം പറഞ്ഞു. എന്തൊക്കെയാ വേണ്ടെന്നുള്ള കാര്യം ലിസ്റ്റ് താ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്താ സച്ചേട്ടൻ പോയി മേടിക്കാൻ വേണ്ടി പോവാണോ? ഞാൻ എന്തിനാ പോയി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത്? പൗഡർ അടുത്തേക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോ അവളുടെ ഭർത്താവ് തന്നെ പോയിട്ട് വരട്ടെ. എടാ പോയിട്ട് വാങ്ങിട്ട് വാ എന്ന് പറയട്ടോ സുധീരുടെ അടുത്ത്. ഇത് കേട്ട ഉടനെ തന്നെ സുധി ഞാൻ കടയിൽ പോണെന്നോ? കടയിൽ പോയിട്ട് 4 സാധനങ്ങൾ മേടിച്ചാലല്ലേ നിനക്കും വ്യാപാരത്തെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് രവി പറയുന്നുണ്ട് അവൻ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. നീയും കട ആരംഭിക്കാനല്ലേ പോകുന്നത്? അച്ഛാ ഞാനെന്താ പലചരക്ക് കടയാണോ നടത്താൻ വേണ്ടി പോകുന്നത്? ഷോറൂം ആണ് അച്ഛാ. സുധിയുടെ സംസാരം കേൾക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണടാ. നിന്റെ ഭാര്യയല്ലേ വെജിറ്റബിൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞത്? അപ്പോ നീ തന്നെ പോയിട്ട് വരണം. എനിക്കതൊന്നും പോയിട്ട് വാങ്ങാൻ അറിയില്ല എന്ന് സുധി പറയുമ്പോഴേക്കും ചന്ദ്രമതി അവനെന്തിനാ പോകുന്നത്? അവനെന്താ അതൊക്കെ പോയി വാങ്ങേണ്ട തലയെഴുത്തൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഇതിൽ തലയെഴുത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താ ചന്ദ്രൻ? സച്ചി പറയുന്നത് കറക്റ്റ് അല്ലേ? 4 സാധനങ്ങൾ പോയി വാങ്ങുന്ന സമയത്തല്ലേ വിലപേശല് കച്ചവടമൊക്കെ എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. വ്യാപാരത്തെ കുറിച്ച് അറിയാനും പറ്റുള്ളൂ. അതുകൊണ്ട് നീ പോയിട്ട് വാങ്ങിട്ട് വാ എന്നുള്ള കാര്യം രവി പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി കാശ് എന്ന് പറയുന്നുണ്ട്. എടാ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നിനക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി നിക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാശ് എടുത്തിട്ട് വരുവാണ്. പൈസ എടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പറയുന്ന പച്ചക്കറികൾ മാത്രം മേടിച്ചാൽ മതി. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം ഇത് മാത്രം വാങ്ങിയാൽ മതി എന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞിട്ട് പടിക്കൽ വരെ പോയിട്ട് വീണ്ടും ശ്രുതിയുടെ അടുത്ത് ചോദിക്കാണ് കേട്ടോ. ശ്രുതി നീ വീണ്ടും ഒന്നും കൂടി അത് പറ. ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നത് അവിടെ ഇരിക്കുന്ന സച്ചിയും കേൾക്കുന്നുണ്ട് കേട്ടോ. വലിയ പഠിപ്പാളിയാണ്. എന്നിട്ട് അതും ഇത്ര സമയം കൊണ്ട് മറന്നത് കണ്ടില്ല. ശ്രുതി ഞാൻ നിനക്ക് ടെക്സ്റ്റ് ചെയ്യാം, ശ്രുതി പോവാൻ നോക്കുക എന്ന് പറയാണ് കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ശ്രുതി അപ്പോഴാണ് ഭയങ്കര വെയിലേ. എന്തായാലും എന്ത് വെയിലാണ്, കാറിൽ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി മേടിച്ച് തിരികെ വരുവാണ്. തിരിച്ചു വന്ന് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കാണ് കേട്ടോ. പച്ചക്കറി അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ശ്രുതി എന്തൊരു വെയിലാന്നുള്ള കാര്യം പറയുമ്പോ വെയിലായിട്ട് നീ വേർത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. ചൂടായതുകൊണ്ട് ഞാൻ പോയി കാറിൽ മേടിച്ചിട്ട് വന്നു. കണ്ടില്ല അച്ഛാ, കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ട് അവൻ കാറിലാ പോയത്. അപ്പോഴേക്കും രേവതി വന്ന് പച്ചക്കറി എടുത്തോ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ രേവതി പച്ചക്കറി എടുത്ത് പോകുന്ന സമയത്താണ് നീ പറഞ്ഞതെല്ലാം മേടിച്ചിട്ടുണ്ട്, ദ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ കൊടുത്തിട്ട് ബാക്കി ആകെ 10 രൂപയുള്ളൂ കേട്ടോ. ആകെ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുള്ളൂ. ആകെ കുറച്ച് പച്ചക്കറി അല്ലേ ശ്രുതി മേടിച്ചിട്ടുള്ളൂ. ഇതിന് 490 രൂപയായോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതേ ശ്രുതി പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണെന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ രേവതി പൊക്കോണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് തിരിഞ്ഞു നോക്കുന്നുണ്ടേ. സച്ചിയുടെ ഈ പച്ചക്കറിക്ക് അത്രയൊന്നും ആവില്ല വില. അത് വാങ്ങിയിട്ട് സച്ചി നോക്കുന്നുണ്ട് കേട്ടോ. എടാ ബാക്കി കാശിന് നീ എന്തെങ്കിലും മേടിച്ചു കഴിച്ചോ, വായ കണിക്കട എന്ന് സച്ചി പറയുന്നുണ്ടേ. അല്ലടാ അത്രയായി എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് 4 പച്ചക്കറിക്ക് 490 രൂപയാവുന്നത്? നീ ശരിക്ക് ചോദിച്ചിട്ടാണോ മേടിച്ചത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അച്ഛ ബില്ലുണ്ട് കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് കാണിച്ചു കൊടുക്കുവാണേ. അതെ, എന്താ ഇത്രയും വില ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ബില്ല് കണ്ടിട്ട് ബില്ലൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോ നീ ചോദിച്ച് അത് എഴുതി മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ കടയിലേക്കൊന്നും പോയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിലേക്ക് പോകുമ്പോഴേക്കും കടക്കാരൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എടാ നീ എന്താ കടക്കാരനെയും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്? അയാളെ കാണുമ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് 4 പച്ചക്കറിക്ക് എന്താ ഇത്രയും വില നിങ്ങൾ ഇട്ടിരിക്കുന്നത്? സ്വർണത്തേക്കാൾ കൂടുതൽ വിലയാണോ ഇപ്പൊ പച്ചക്കറിക്ക്? ഇല്ല, ഞാനിതാ ഇവര് വിളിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവർ കാർ എടുത്തിട്ട് പോയി. മെഷീനിൽ ചെറിയൊരു ഫോൾഡ് വന്നതാണ്. 190 രൂപയ്ക്ക് 490 രൂപ എന്ന് പ്രിന്റായി. ഇതാ മോനെ ബാക്കി കാശ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കലയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് വീട് വരെ വരുത്തിച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണേ. അയാൾ പോയതിനു ശേഷം ആരും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ആ പൈസ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ. തുടർന്ന് സച്ചി അങ്ങ് ചിരിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അച്ഛാ 10 ഡിഗ്രി ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, വലിയ പഠിപ്പാളിയാണ്, ചെറിയൊരു കണക്ക് പോലും അറിയില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എത്രയായെന്നുള്ള കാര്യം ചോദിച്ചൂടെ? കണക്ക് നോക്കിയിട്ട് മേടിച്ചിട്ട് വരണ്ടേ? സാധനത്തിന്റെ വിലയൊന്നും എനിക്ക് അറിയില്ലല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും ആയിട്ടുണ്ടാകുമെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ മോനെ സപ്പോർട്ട് ചെയ്യാണ്. ശരി അത് വിട്ടേക്ക് ശ്രുതി, അവൻ ഇതൊന്നും അത്ര ശീലമില്ലല്ലോ. എന്ത് ശീലമില്ലാന്ന് ഇവൻ ഷോറൂം നടത്താൻ വേണ്ടി പോവല്ലേ? ഇങ്ങനത്തെ ചെറിയ കണക്ക് പോലും നോക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവൻ വലിയ ബിസിനസ് നോക്കുക? ശ്രുതി ഇനിയെങ്കിലും നോക്കിയും കണ്ടൊക്കെ നടക്കടാ. രവിയുടെ ഉപദേശം കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇവന്റെ അമ്മായപ്പന്റെ കാശ് മൊത്തത്തിൽ തൊലയ്ക്കാണ്ടിരുന്നാ നല്ലത്. ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് 300 രൂപ കൊണ്ടേ കളയാൻ നോക്കിയവനാണ്